ഒരുപാട് തവണ പല ആവശ്യങ്ങൾക്കായിട്ട് ബ്ലൂ ഡയമണ്ട് മാളിൽ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേലെ ഈ ഒരു ഫുഡ് കോർട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടെന്ന് അറിയാൻ ഏതോ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കാണേണ്ടി വന്നു. എന്തെങ്കിലും കണ്ടാൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാ മാളിലും ഒരു അമ്യൂസ്മെൻറ്റ് ഏരിയ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സോഫ്റ്റ് ടോയ്സ് ആണ് കേട്ടോ കൂടുതലുള്ളത്. ഡൂഡിൽ എന്നാണ് പേര്. ഇവരുടെ സെയിം ആർക്കേഡ് ഗെയിമിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഫ്ലോറിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു സോഫ്റ്റ് ഏരിയ ഉന്നം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കുട്ടിമണികളെ അവിടെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ റേക്ക എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോഴത്തേക്കും നോർമൽ എല്ലാ ഗെയിമിംഗ് സെൻറ്ററിലുള്ള പോലുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കാർഡ് എടുക്കണം, അത് റീചാർജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവരവിടുന്ന് ബാൻഡും കൊടുത്തു. പിന്നെ റേക്ക 3.3 മീറ്റേഴ്സിൽ താഴെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഫ്രീ എൻട്രി കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികളെക്കാളും കൂടുതൽ ഹാപ്പി ആയത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ കാണിച്ച സോക്സ് കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ ഇതുപോലെ ഇവിടുന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. കാരണം ഈ ഒരു ഗ്രിപ്പ്ഡ് സോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരകത്തേക്ക് കയറ്റുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ഏരിയനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1 അവറാണ് നമുക്ക് ടൈം ഉള്ളത്. ആ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മടുപ്പ് വരാത്ത രീതിയിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1 മണിക്കൂർ ചിലപ്പം പെട്ടെന്ന് തീർന്നു പോയി എന്ന് തോന്നിപ്പോവും. ഒരുപാട് രീതിയിലുള്ള സോഫ്റ്റ് അഡ്വെഞ്ചേഴ്സാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കളിക്കാൻ വിടാം. സോഫ്റ്റ് ടോയ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഹേർട്ടാവുക, ഇഞ്ചറി ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, എന്തൊരു നൈസായിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി വരുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബോളിലൂടെ നടന്ന് നീക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാനും 1-2 പ്രാവശ്യമൊക്കെ വീണിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ ബോൾ ആയതുകൊണ്ട് തന്നെ വീണാലും ഒന്നും പറ്റുമെന്നില്ല കേട്ടോ. ഇതൊന്നും കൂടാതെ സൈഡിലൊരു ട്രാമ്പോലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലവരങ്ങനെ വല്ലാണ്ട് പോയിട്ടില്ല. അവർ സ്ലൈഡ് കാര്യങ്ങൾ, അതുപോലെ ഈ ഒരു ബോളിൻ്റെ ഒരു അഡ്വെഞ്ചേഴ്സ് കാര്യങ്ങൾ, അതൊക്കെയാണ് കൂടുതൽ എന്താ പറയുക ശ്രദ്ധ പതിപ്പിച്ചത്. പിന്നെ ഇവിടെ കുറേ നേരമൊക്കെ കളിച്ച് സ്ലൈഡിലെല്ലാം കയറിയൊക്കെ മതിയായപ്പോൾ തൊട്ടടുത്ത സെക്ഷനിലേക്ക് പോയിട്ടോ. അവിടെ റേക്ക കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ചെറിയ കുഞ്ഞി പെബിൾസ് നമ്മൾ ബീച്ചിലൊക്കെ കളിക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒരു ബീച്ച് ടോയ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിരുന്നിട്ടാണ് അവൾ കുറേ കാര്യങ്ങളൊക്കെ കുറേ നേരം ചെയ്തത്. ആ ഒരു സമയം കൊണ്ട് കേശ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ക്യാൻവാസിൽ അവളിങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചു. ഞാനും കുറേ നേരം അതിൽ ചിത്രം വരച്ചിരുന്നു. നോർമൽ ആർക്കേഡ് വീഡിയോ ഗെയിംസിന് പകരം ഇതുപോലെ ഒരു ഹാൻഡ്സ് ഓൺ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ.